എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇന്ന് ഹോസ്റ്റലിലാണ് വന്നിരിക്കുന്നത്. വയനാട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആക്ച്വലി ഒരു കൊല്ലം ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് നമ്മൾ ബൈക്ക് പാർക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് വയനാടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഒപ്പം കുറച്ചധികം ആൾക്കാരുകളുണ്ട് കേട്ടോ. ആദ്യം ബൈക്ക് തന്നെ പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ മാറിൻ്റെ ബൈക്ക്, റെഡി ടു റോൾ. ബാക്കിൽ ചെറിയ ഇഷ്യൂ ഉണ്ട്, അറിയില്ല എന്താണെന്ന്. അത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹാംറ്റോ ഉണ്ട്, നാഷണൽ റൈഡർ. എടാ നാഷണൽ റൈഡർ എന്നാ പറഞ്ഞിട്ടുള്ളൂ, ചാമ്പ്യൻ എന്നല്ല പറഞ്ഞ, നാഷണൽ റൈഡർ. അവൻ RB സെറ്റിൻ്റെ ഇതിലൊക്കെ ക്ലബിലൊക്കെ ഉള്ളതാണ്. അത്യാവശ്യത്തിന് പ്രോ ആയിട്ട് റൈഡ് ചെയ്യണം. അതാണ് അവൻ്റെ ബൈക്ക്. ഏതായിരുന്നു ഇവിടെ? ട്രക്കിൻ്റെ പ്രോ കാലിബർ 2022 എഡിഷൻ അവനുണ്ട്. പിന്നെ ബ്രോ ജോയിൻ ചെയ്യുന്നുണ്ട് അല്ലേ? പേര് വിഷ്ണു. ഫസ്റ്റ് ടൈമാണ് റൈഡ് ചെയ്യണം? ഫസ്റ്റ് ടൈമാണ്. പിന്നെ നമ്മുടെ എല്ലാമായ അഖിൽ ബ്രോ ഉണ്ട് ഇവിടെ. മറ്റാളെവിടെ? ആളങ്ങോട്ട് പോയാ സൈഡിൽ അവിടെ പോയിട്ടിരിക്കുകയാണ്. സോ നമ്മൾ ഇവിടെ ചെറിയൊരു റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തിയതാണ്. മൗണ്ടൻ ബൈക്കിംഗ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ കൂടിക്കോ. ഡ്രോപ്പ് ഇൻ ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്ന് കുറച്ച് ചെറിയൊരു ട്രാക്കാണ്, എക്സ്പ്ലോർ ചെയ്യുക. അതന്നെ, ഒന്നും പറയാനില്ല. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഒരു 4-5 പേരുണ്ട് കേട്ടോ. ആംറ്റോ നിൻ്റെ പ്രിസ്റ്റാവാൽവ് ഇല്ലടാ? ആംറ്റോ പ്രിസ്റ്റാവാൽവ് സപ്പോർട്ട് ചെയ്യില്ലേ? പ്രിസ്റ്റാവാൽവ് മാറ് എത്തോരപ്പ അല്ല, ഇങ്ങനെ പകുതി ശ്വാസത്തിൽ ചവിട്ടി പോണേ. എൻ്റെ ഇടയിൽ കൂടെ അവൻ മണം പിടിക്കാൻ വന്നിരിക്കണ. നമ്മുടെ കുളം അപ്പുറത്തല്ലേ? നാളെ കാലത്ത് നോക്കാം. സോ ആദ്യം ക്ലൈംബാണ്. ഞാൻ വന്നിട്ടുള്ളത് മൺസൂൺ സീസണിലാണ് കേട്ടോ. ആദ്യമായിട്ടാണ് വേനൽക്കാലത്ത് വരണേ. ഹാംപ്ടോനെ പിടിക്കട്ടെ. ഹാംപ്ടോനെ പിടിച്ചാലാ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ റൈഡിങ് സ്റ്റൈലേ നമ്മളെക്കാട്ടും കുറച്ചുകൂടി നന്നായി റൈഡ് ചെയ്യുന്ന വ്യക്തികളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇത് നമുക്ക് കിട്ടും. ഏതാ? കേൾക്കണില്ല. ഏത്? നേരെ കുഴിയിലോട്ടാ. നീ എന്താ പറഞ്ഞേ? കുഴിയിലോട്ട് പോവാ. നോക്കി കണ്ടില്ല ഞാൻ പണിയാ. അല്ലല്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചെറിയൊരു ഡൗൺ ഹില്ലുള്ളൂ. ഇത് സ്ട്രേറ്റ് റോഡാട്ടോ. ഇനി നമ്മളൊരു ക്ലൈംബാ. അതെ, ക്ലൈംബാ. Come on, my boy. ഞാൻ നിന്നോട് പറഞ്ഞല്ലാട്ടാ, ഞാൻ എന്നോട് തന്നെയായിട്ട് പറഞ്ഞതാ.
എങ്ങനെയുണ്ട് ഇവിടുത്തെ വ്യൂ? സെറ്റല്ലേ? സെറ്റ് എന്നുണ്ട്? നീ എന്നും റൈഡ് ചെയ്യണല്ലോ. ഏതിലെ? ഏത് ഏരിയടാ? അതിൻ്റെ ഉള്ളിൽ കൂടെ അല്ലേ? നോക്കാം. സോ ഒരു വ്യൂ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. ബ്രീത്ത് ക്യാച്ചപ്പ് ചെയ്യാൻ 1 2 3 4 5 6. ഏത്? ഒന്നുമില്ല. എന്നാലും അവിടെ ട്രാക്ക് ഉണ്ടെന്ന്. ട്രാക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓരോന്ന് വരുമ്പോൾ അത് ടാക്കിൾ ചെയ്യാനുള്ളൊരു ഇത് കുറച്ച് പാടാണെന്നാണ് ഹേംടോ പറയുന്നത് അല്ലേ മിസ്റ്റർ ഹേംടോ? അല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓരോന്ന് വരുമ്പോൾ അത് ടാക്കിൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നല്ല പറഞ്ഞേ. അങ്ങനെ ബ്ലൈൻഡായിട്ട് ഇതിപ്പോൾ നമ്മൾ ആക്ച്വലി ബ്ലൈൻഡായിട്ട് റൈഡ് ചെയ്യാമെന്ന് ഞാൻ പറയാം കേട്ടോ. കാരണം ട്രാക്ക് ഏതാ എങ്ങനെയാ ഇതൊന്നും മനസ്സിലാവണല്ലേ. പക്ഷേ എനിക്ക് അങ്ങനൊരു ഇതായിട്ട് എനിക്ക് ഫീൽ ആവണില്ല. കാരണം നമ്മളെപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രാക്കിൽ കൂടെ പോയിട്ട് ഒരു പെർഫെക്റ്റ് ബണ്ണി ഹോപ്പായിരുന്നു കേട്ടോ അത്. സോ ഇപ്പോൾ നമ്മളൊരു റോട്ടിലേക്ക് കയറിയിട്ടാ. റോട്ടിലാണ് എങ്ങനെയുണ്ട് വാ, ഇനി നല്ലൊരു സെക്ഷനാ. Rider down. Hey. ഇല്ലടാ. Hey. എന്താ ഇല്ല, കുപ്പി കുറച്ച് മാത്രം. ഞാൻ പറഞ്ഞല്ലേ കുപ്പി പോവായിരിക്കുമെന്ന്. നിങ്ങൾ പറഞ്ഞ എങ്ങനെയുണ്ട്? എന്റെ മോനെ എന്തുടാ കയ്യുമെന്താ ഒരു ചോന്നടത്? ഇത് പിടിച്ചിട്ട് ഇതിന് കൈ നോക്കി. ഫസ്റ്റ് ടൈം ആണോ ഇങ്ങനെ? ഞാനിപ്പോ പൊന്തുവായിരുന്നു അതിന്റെ നോക്കിടാ. നേഴ്സുകളൊക്കെ കൊതിക്കണ്ടോ? എന്റെ കണ്ടോ? ചാടി വരണായിരുന്നല്ലേ?
സീൻ ഗൈസ്. അവിടെ നിന്നല്ലേ? ആ സെറ്റ് ഗൈസ്. അതെ വണ്ടി എടുത്ത് വന്നിട്ടാ. അപ്പം എല്ലാം കൂടി അതിൽ കയറ്റാ. കയറ്റ നീ ചവിട്ടി കയറ്റിക്കോ, ഞാൻ കയറ്റില്ല. അവൻ ഫുൾ ഓൺ ഫുൾ മൂഡിലാ. ഇതൊരു ഓടിച്ചാ എങ്ങനെയാ? സെറ്റല്ലേ? ഇത് വരെ ട്രാക്കല്ല ശരിക്കും. നമ്മള് പരിചയത്തിന്റെ പേരില് നമ്മൾ ആക്ച്വലി ഇത് ഇവരുടെ ട്രാക്ക് അല്ല കേട്ടോ. നമ്മൾ പരിചയമുള്ള കാരണം ഇതിൽ കൂടെ റൈഡ് ചെയ്തതാണ്. നിങ്ങളുടെ ട്രാക്ക് മേലെയാ, പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ട്രാക്ക് മേലെയാ. ക്യാമറ ഓൺ ചെയ്തിട്ട് വീഴ്. ഇവിടെ വന്നിട്ട് ഇത് ഈ പൊസിഷൻ ഇതല്ല, ഇതൊക്കെ തേയിലത്തോട്ടം. എങ്ങനെയുണ്ട്? നിന്നോട് എങ്ങനെയുണ്ട്? ബാക്കില് ലാസ്റ്റ് എത്തിയാൻ സെറ്റാണോ? ഇത് മുന്നേ എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ? ഇല്ല. സെറ്റ്. എല്ലാവരും വരണം ഗൈസ് ഈ ഒരു അഡ്വഞ്ചർ സ്പോർട്സിന്. എല്ലാവരും പയ്യെ ഇത്ര നേരം റൈഡ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു? ആ ഒരു അഡ്രിനാലിൻ, ആ ഒരു ഇതുണ്ടോ? ആ ഒരു ഒന്നുകൂടി വരണല്ലേ? ഞാൻ ഇപ്പോൾ വന്ന ട്രാക്ക് കുറച്ചുകൂടി ഒരു ഡൗൺ ഹിൽ, കുറച്ചുകൂടി ഒരു രസമുള്ള ട്രാക്കാണ്. ഞാൻ ഹാൻഡിനോട് പറഞ്ഞ് സ്പ്രിൻ്റ് അടിക്കാൻ കുറച്ച് പൊളിച്ചോ, നല്ല ഡൗൺ ഹിൽ സെക്ഷനാന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ട്രാക്ക് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചൊന്ന് ബ്രീത്ത് റെഡിയാവും നിൽക്കുകയാണ്. അടുത്ത ഗ്യാപ്പ് കഴിഞ്ഞ് എടാ നീ എന്നെ ഫോളോ ചെയ്തിട്ടാ. നീ എന്നെ ഫോളോ ചെയ്തിട്ട് എൻ്റെ റൈഡിങ് സ്റ്റൈൽ എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തിയിട്ട് എവിടെയാവൻ എന്നിട്ട് എന്തിട്ടാ ഇതൊന്ന് ഇറക്കി തരുമോ? കുപ്പി ഇറക്കിയാ? അയ്യോ അങ്ങനല്ല, ആ പോക്കറ്റിനകത്തോട്ട് കുത്തിക്കയറ്റ. പോക്കറ്റിനകത്ത് കുത്തി കയറ്റാനല്ലേ? ഓക്കെ ഫുൾ സെറ്റാ. ചെയ്യാം. നീ ഒരു ഇതുപോലെ എന്നെ ഫോളോ ചെയ്യാം. നീ കുറച്ച് റേസും ഇതൊക്കെ ഓടിച്ചിട്ട് പരിചയമുള്ളതല്ലേ? എന്നെ നോക്കിയിട്ട് എൻ്റെ റൈഡിങ് ഇത് നോക്കിയിട്ട് നീ വിലയിരുത്താം എങ്ങനെയുണ്ട് എൻ്റെ റൈഡിങ് സ്റ്റൈല്. ഇത് റെക്കോർഡിങ്ങാ. നീ എന്നെ ഒന്ന് വിലയിരുത്തിയാൽ മതി എങ്ങനെയുണ്ടെന്ന്. സ്റ്റാമിന നോക്കണ്ട, റൈഡിങ് സ്റ്റൈല് മനസ്സിലായില്ലേ? എൻ്റെ മെനൂറബിലിറ്റിയും അങ്ങനത്തെ ഇതുകൾ. ഓക്കെ, എന്നിട്ട് വീഡിയോയുടെ അവസാനം ഒന്ന് പറഞ്ഞോളൂ. എടാ അല്ല, ഞാൻ ഒറ്റ റേസും പങ്കെടുത്തിട്ടില്ല. നിനക്ക് നാഷണൽസും സ്റ്റേറ്റും ഒക്കെ പങ്കെടുക്കണതല്ലേ? എന്നെക്കാട്ടും കുറച്ചുകൂടി പ്രോ അല്ലേ നീ? അതുകൊണ്ട് കാരണം അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എനിക്ക് പഠിച്ച് കപ്പ് വാങ്ങുന്നൊന്നും വേണ്ട, പക്ഷെ എനിക്കിതിൽ ഇത് ബെസ്റ്റ് ആയിരിക്കണം റൈഡിങ് സ്റ്റൈലിൽ, കാര്യങ്ങളിൽ. സ്റ്റാമിന അതൊന്നും എനിക്ക് വേണമെന്നില്ല, പക്ഷേ എൻ്റെ റൈഡിങ് സ്റ്റൈൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എനിക്ക് ഒരു ഇതുണ്ട്. കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ ഉണ്ട്. എന്നാ ബ്രേക്ക് എന്താ പറ്റിയേ? അതിലെല്ലാം ഉണ്ടാവുമല്ലോ. നിൻ്റെ ഉണ്ടോ നോക്കിയേ? അത്ര ചെറുതോ? കിട്ടണില്ലേ ബ്രേക്ക്? ഇല്ല കുഴപ്പമില്ല കേട്ടോ, ഞാൻ വരാം. ഇതിൻ്റെ ഇപ്പുറത്തിയോടെയാണത്? ഇല്ല കുഴപ്പമില്ല. ഇല്ല. ഡ്രോപ്പർ പോസ്റ്റ് ഞങ്ങൾ പറഞ്ഞത് ഡ്രോപ്പർ സീറ്റ് പോസ്റ്റ് ആവശ്യം ശരിക്കും എപ്പോഴാണ് കേട്ടോ. സീറ്റ് പോസ്റ്റ് ഫുള്ളാക്കി വെച്ചിട്ടാണ് അവൻ ജമ്പ് ചെയ്യണത്. എനിക്ക് പേടിയാ. ഇവിടെ കുറച്ച് ശങ്കിയാണ്. നമ്മൾ റോട്ടിലേക്ക് കിടന്നു കേട്ടോ.
ട്രാക്ക് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിൽ കൂടെ ഇറങ്ങിയിട്ട് അവിടെ ഒരു കോഫി പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെന്ററിലൂടെ നേരെ പോയിട്ട് അവിടെ എത്തും. ഒറ്റ റൂട്ട് തന്നെയല്ലോ. ബ്രോനെ അറിയില്ലേ? പിന്നെന്താ കുഴപ്പമില്ല കേട്ടോ. എടാ ഈ റൂട്ട് അവൻ്റെ ബ്രേക്ക് കുറച്ച് ഇതാണ് കേട്ടോ. നിറച്ച് പൊടി. നിറച്ച് പൊടി കേട്ടോ. സോ അടുത്ത റൂട്ട് ഇത് കുറച്ച് റോഡാണ്. അതിന് ശേഷം ഇത് തുടങ്ങണുള്ളൂ കേട്ടോ. എൻ്റെ മോനെ അവിടെ ഫുള്ള് ജമ്പിങ്ങാ. ഇനി ഏതാ? ഇനി ആ റൂട്ടാണ് കേട്ടോ. സ്പീഡ് കൂടുന്നതോറും നമുക്ക് അതിൻ്റെ ഒരു ഫ്ലോ നൈസായിട്ട് കിട്ടും കേട്ടോ. കൺട്രോൾ അറിയണം. അല്ലെങ്കിലും അതിന് കുറച്ച് സ്ട്രേറ്റ് ഇതുകളാണ്. വിരലുകളൊക്കെ പെയിനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. യോ കമ്പി. ഓ എൻ്റെ പൊന്നെ, ഞാനത് ഓവർടേക്ക് ചെയ്യാൻ നോക്കിയതോ മലയുടെ ഇതിൻ്റെ ഇതിൽ കൂടെ എല്ലാം കൂടി. എവിടെ? സ്ക്രാച്ച് നോക്കണ്ട, എന്തായാലും കേടായിട്ടോ നോക്കിയാൽ മതി. പണി ചെയ്യാനെ. സോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പാർട്ട് ഓഫ് ദിസ് റൈഡാണ്. പുല്ലിലേക്ക് അധികം കയറ്റണ്ടാ. പുല്ലിലേക്ക് അധികം കയറ്റണ്ടാന്ന്. ഓഹോ പുള്ളി സെറ്റ് സ്ഥലം. ഹൈഡ്രേഷൻ പറഞ്ഞിട്ട് കലങ്ങിയിരിക്കും. ഇതിനകത്ത് വെള്ളം ഉണ്ടായി. നിക്ക് ഹോറണ്ടല്ലേ. ആ ഇട്ട ഷോട്ട് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് രാവിലെ എടുക്കാം. അല്ല ഇത് ഇലക്ട്രോലൈറ്റ്സ് ഹൈഡ്രേഷന് വേണ്ടിയിട്ട്. വേറൊന്നുമില്ല, കഞ്ചാവും മറ്റതും മറിച്ചതൊന്നുമല്ല. സെറ്റ് കേസ് വേറെ മൂട്. ഏനിട്ടാ ഇതിപ്പോ ഒന്ന് കുറേന്ന് പറഞ്ഞ ഇപ്പോഴും നിൽക്കണം കേട്ടോ. എൻ്റെ അടപ്പ് പകുതി മുക്കാലും നിർത്തിയോ. ഇതൊക്കെ വാമപ്പ് എന്താന്നത്? അത് പക്ഷെ ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആടാ. ഇതാണ് കുറച്ചുകൂടെ എക്സ്ട്രീം എന്ന് തോന്നുന്നു. അതുണ്ടായിരുന്നു, പക്ഷെ അത് ഇവിടുത്തെ കേരളത്തിലത്തെ ആൾക്കാർക്ക് സെറ്റ് ആവില്ല. അതുകൊണ്ട്
ഒറ്റ ട്രാക്ക് ആക്കി അല്ലേ? ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലിയാക്കി. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു track, നല്ല ട്രാക്ക്. ഇവിടെ വെച്ച് ഈ വഴിയാ റേസ് നടത്തിയത്. ഈ ഫുള്ള് അപ്പൊ നമ്മളീ പോകുന്ന ഫുള്ളാണ് റേസിന്റെ. ഒരു ലാപ്പ് 15 കിലോമീറ്റർ, 2 ലാപ്പ് 15 കിലോമീറ്റർ അങ്ങനെ നടത്തിയല്ലേ? ട്രാക്കും കൂട്ടി അതും കൂടെ. സോ ഗൈസ്, അങ്ങനെ ഫൈനലി ഇന്നത്തെ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് പവറേഷ് ആയിടാ. എൻ്റെ മോനെ, എൻ്റെ മുടിയൊക്കെ നോക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് ഏറ്റവും അവസാനം ഞാൻ ചെയ്ത അവസാനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. അത് ഭയങ്കര ഒരു അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടായിരുന്നു നിങ്ങളല്ലേ? അത് എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? ഇവര് ഇടയ്ക്ക്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റൈഡ് ചെയ്യണമല്ലോ ഇവിടെ. ഇവര് നമ്മളെക്കാട്ടും പ്രൊഫഷണൽസ് ആണ് കേട്ടാ. ഇവരിന്ന് റൈഡ് ചെയ്യണതാ അല്ല, പിന്നെ ഫുള്ള് പവറേജ് ആണ്. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളോട് ഇവിടെ ഉള്ളതാണ് ബ്രോ. ഈ ആളാണ് ഫുള്ള് ഗൈഡ് ചെയ്ത് നമ്മളെ കൊണ്ടുപോകണത് കേട്ടാ. എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരെയാണ് ഞാൻ കൊണ്ടുവന്നത്. അവസാനത്തെ ടീം വർക്കിൽ ചെയ്ത് തീർത്തത് ഇവനുള്ള കാരണം ചെയ്തു കേട്ടാ. അവൻ മോട്ടിവേറ്റ് ചെയ്ത് തരാം. ഇനി എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഒപ്പം റൈഡ് ചെയ്തിട്ട്? അത് പറ, ജെന്യുവനായിട്ട് പറയണം. ജെന്യുവനായിട്ട് ഉള്ളത് എൻ്റെ റൈഡിങ് സ്റ്റൈൽ കണ്ടിട്ട് എന്ത് തോന്നണോ? എന്നെ സത്യം പറയണം. എനിക്ക് അങ്ങനെ ഫീൽ ആവും, അങ്ങനത്തെ തോന്നുന്നില്ല. ഉള്ളത് പറയണം. കുറച്ച് എന്താ വെയിറ്റ് ട്രെയിനിങ് അങ്ങനെയൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കി എടുത്താൽ മതി. ഡൗൺഹിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലേ? അതിനനുസരിച്ച് കോർ വർക്കൗട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തൊന്ന് സ്ട്രെങ്തനിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അഗ്രസീവ് വേണം. ഒരു കിഡ് റൈഡ് അഗ്രസീവ് ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായി. ആ ഒരു ഫീൽ കിട്ടും. അഗ്രഷൻ ഇച്ചിരി കുറവാണ്. അതും കൂടെ ഒന്ന് വരുത്തിയാ അതുകൊണ്ട് സെറ്റാണ്. പിന്നെ മറ്റേ ഇന്റർനാഷണൽ മതി. ഇനി ഞാൻ ആ പീക്കിന്റെ മേലേക്ക് കൂട്ടാം. ഇനി അലക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ലൈക്ക് പുഷപ്സ് അങ്ങനത്തെ കുറച്ച് കോർ സ്ട്രെങ്തനിങ് അങ്ങനത്തെ ഇതുകൂടി ചെയ്താൽ മതി. കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള റൈഡ്, കുറച്ചുകൂടി ബലത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നത്, കുറച്ച് അപ്രോച്ച് ചെയ്യുന്ന കുറച്ചും ഇതായിരിക്കും കേട്ടോ. പല ഭാഗങ്ങളും എൻ്റെ കയ്യിൽ നിന്ന് പോകാറുണ്ട്. എല്ലാ യൂട്യൂബിൽ കാട്ടാറില്ല. ആ സ്പീഡ്, ആ ഒരു പവർ സാധനം കിട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടി അതായത് എന്തായിരുന്നു എൻ്റെ ഇതല്ലേ. പിന്നെ ഇവനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഞാൻ എന്താ ജോയല സുഖമല്ല നിനക്ക്? കൂളായിട്ട് കേട്ടോ, അത്രേ ഉള്ളൂ. അല്ല, നീ പിന്നെ എപ്പോഴും ഇങ്ങനെ റൈഡ് ചെയ്യുന്ന കാരണം. സോ അടിപൊളി റൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രമാണ്. എനിക്കറിയില്ല, നീ ഇത് നോക്ക്. നാളെ ഒരു ഫുള്ളി മെയിൻറ്റൈൻഡ് ആയിട്ടൊരു ട്രാക്ക് ഉണ്ട്, അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് ജസ്റ്റ് ഒരു വാമപ്പ് അല്ല, ഇതും ഒരു അതിൻ്റെ ഭാഗമാണ്. നമ്മൾ പരിചയമുള്ള കാരണം ട്രാക്കല്ല, മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ട്രാക്കൊന്നുമല്ല. പക്ഷെ ഒരു വാമപ്പിനും അല്ലെങ്കിൽ ഒരു സ്ട്രെച്ചിങ് ഒരു ഇതിനൊക്കെ ഒരു വാമപ്പിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ട്രാക്കായിരുന്നു. സോ സ്റ്റേ ട്യൂൺ ഗൈസ് ഫോർ കിഡിലൻ വീഡിയോ. അടിപൊളി വീഡിയോ നാളെ വരുന്നുണ്ട് കേട്ടോ. നാളെ ഫുള്ളി മെയിൻറ്റെയിൻ ആയിട്ടുള്ള ഒരു ട്രാക്ക്, ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രാക്കാണ്. നമ്മളൊക്കെ ചേർന്ന് ഹെൽപ്പ് ചെയ്ത് കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ബിൽഡ് ചെയ്തിട്ടുള്ള ട്രാക്കാണ് കേട്ടോ ആ സംഭവം. അപ്പോൾ സ്റ്റേ ട്യൂൺ അല്ലേ, അവസാനിപ്പിക്കല്ലേ? യാ ബ്രോ, വി ക്യാൻ റൈഡ് ടുഗദർ ടുമാറോ. യാ, ഇൻ ദ വ്ളോഗ്. ജസ്റ്റ് സേ ഹായ്. So he will be joining tomorrow for our. Yes, I'll be there. Yeah, he'll be there. Yeah. Front up alla andalum undavum. So stay tuned guys for clear video. Adutha video കാണാം. Bye.